ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹപൂർണ്ണമാക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനം. അവിടുന്ന് അവരെ പരീക്ഷിച്ച് അവിടുന്ന് അരുൾ ചെയ്തു, നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിൻ്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഒരു രോഗത്തിനടിമപ്പെട്ട ഒരു സഹോദരി ഈ വചനഭാഗമെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ വചനം വായിച്ചപ്പോൾ അവരുടെ ചിന്താമണ്ഡലത്തിൽ വന്ന വചനഭാഗം ഇതായിരുന്നു: ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്നുള്ള വചനം അവർ ആ വചനം എടുത്തു വെച്ച്, കർത്താവേ നീ എന്നെ സുഖപ്പെടുത്തണമേ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ നീ എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് അവരിങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ വ്യക്തി ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കാനായിട്ട് വൈകുന്നത് കണ്ടപ്പോൾ അവരുടെ ജീവിതം ഒന്ന് പരിശോധിക്കാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, ഈ സഹോദരി ഈ സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ ആ ഒരു വചനത്തിൻ്റെ പൂർണ്ണതയിലല്ല അവർ ജീവിക്കുന്നത്. കാരണം അവരുടെ ഉള്ളിൽ വെറുപ്പും വൈരാഗ്യവും സ്വാർത്ഥ മനോഭാവങ്ങളുണ്ടായിരുന്നു. എല്ലാ ദിവസവും ദൈവവചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമല്ലായിരുന്നു. ആരോ ഒരു വചനം അവരോട് പറഞ്ഞു, കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാട് 15:26 ഈ വചനം വെച്ച് നീ പ്രാർത്ഥിച്ചോ, കർത്താവ് നിന്നെ സുഖപ്പെടുത്തുമെന്ന് ഏതോ ഒരു വചന ശുശ്രൂഷകൻ ഈ സഹോദരിയോട് പറഞ്ഞു. അതിൻ്റെ ബലത്തിലാണ് അവർ ഈ വചനം എടുത്തിട്ട് വായിച്ചിട്ട് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ടും രോഗത്തിൽ നിന്നൊരു വിടുതൽ കിട്ടുന്നില്ല, സൗഖ്യം കിട്ടുന്നില്ല. അതിനേക്കാളുപരി ഒരു പ്രത്യാശ ഇല്ല. നിരാശയും ആകുലതയും ഉത്കണ്ഠയും കയറി വരാനായിട്ട് തുടങ്ങി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സഹോദരി എന്താണ് ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ടും എന്തേ എനിക്ക് ഒരു അനുഗ്രഹം കിട്ടുന്നില്ല എന്ന് ചോദിച്ചു വന്നപ്പോൾ, പ്രിയമുള്ളവരെ, ആ സഹോദരിയോടെ ആ ചിന്താമണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത കാര്യം വ്യക്തമാക്കി കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ വചനഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. കർത്താവിൻ്റെ ഈ വചനം നമ്മളിൽ പൂർത്തീകരിക്കണമെങ്കിൽ ഈ വചനഭാഗത്ത് ആദ്യം ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമത് പറയുന്നത്, തിരുവചനം പറയുകയാണ്, അവിടുന്ന് അവരെ പരീക്ഷിച്ച് അവിടുന്ന് അരുൾ ചെയ്തു, നീ എൻ്റെ ദൈവം, നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 4 കാര്യങ്ങൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് തയ്യാറാകണം. ഈ 4 കാര്യങ്ങൾ ചെയ്യാതെ കർത്താവെ നീ എന്നെ സുഖപ്പെടുത്തണമേ, നീ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് സൗഖ്യം കിട്ടുകയില്ല, അനുഗ്രഹം കിട്ടുകയില്ല. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് സൗഖ്യപ്പെടുത്തുവാൻ, കർത്താവ് നമ്മളെ സൗഖ്യപ്പെടുത്തുവാൻ ഒന്നാമത് നമ്മൾ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം എല്ലാ ദിവസവും ശ്രവിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രവിക്കണം. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20 കണ്ടില്ലേ, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കും. ദൈവം കൂടെ വസിച്ച് നമ്മളെ സൗഖ്യപ്പെടുത്തണമെങ്കിൽ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് കർത്താവിൻ്റെ വചനം ഭക്ഷിക്കണം. വചനം ഓരോ ദിവസവും വായിച്ച് ധ്യാനിച്ച് പഠിച്ച് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാനായിട്ട് കഴിയണം. അതിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ശാന്തത ഉണ്ടാകണം. ഇന്ന് ശാന്തത നഷ്ടപ്പെട്ട് തിരക്കുകളുടെ ലോകത്തിലായിരിക്കുന്ന മനുഷ്യന് കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട് സാധിക്കുന്നില്ല. കർത്താവിൻ്റെ വചനം വായിച്ച് അവൻ്റെ സ്വരമൊന്ന് ശ്രവിക്കാൻ കഴിയണമെങ്കിൽ ജീവിതത്തിൽ ഒരു ശാന്തത ഉണ്ടാകണം. സങ്കീർത്തനം 46:10 ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. അപ്പോൾ സുഖപ്പെടുത്തുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം തരണമെങ്കിൽ അത് ഏത് തലങ്ങളിലായാലും
ആത്മീയ മേഖലകളിൽ, ഭൗതിക മേഖലകളിൽ, കുടുംബ ബന്ധങ്ങളിൽ നമുക്കൊരു സൗഖ്യം ലഭിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ മുറിവുകൾ സുഖപ്പെടുത്തണമെങ്കിൽ, ജീവിത പങ്കാളികൾ തമ്മിലുള്ള സ്പർദ്ധ മാറ്റണമെങ്കിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അകൽച്ച മാറ്റണമെങ്കിൽ, ഒന്നാമത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശാന്തമായിരുന്ന് കർത്താവിൻ്റെ വചനം ശ്രവിക്കണം, വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനം പഠിക്കണം, വചനം ഹൃദയത്തിൽ നിറയ്ക്കണം. ഈ വചനം ഹൃദയത്തിൽ നിറച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കും. ഒന്നാമത് ചെയ്യേണ്ട കാര്യം ചെയ്യാതെ, ആദ്യം ചെയ്യേണ്ട കാര്യം ചെയ്യാതെ നമ്മൾ കർത്താവ് സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അവിടെ അത്ഭുതം സംഭവിക്കുകയില്ല. അത്ഭുതം സംഭവിക്കുകയില്ല. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നില്ലേ, 1-ാം അധ്യായത്തിൽ പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ രീതികളിൽ ദൈവം നമ്മളോട് സംസാരിക്കുകയുണ്ടായി. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കണം. പുത്രനായ യേശുക്രിസ്തു സുഖപ്പെടുത്തുന്ന കർത്താവ്, അവൻ നമ്മളെ സുഖപ്പെടുത്തണമെങ്കിൽ ആദ്യം അവൻ നമ്മളോട് പറഞ്ഞ വചനം ശ്രവിക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. ദൈവവചനം ശ്രവിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാകണം. രണ്ടാമത് ഈ വചനം ശ്രവിച്ച് ധ്യാനിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ തിരിയണം. എന്താണ്? അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കണം. അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കണം. ഒന്നാമത് നമ്മൾ ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയണം. രണ്ടാമത് അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കണം. എന്താണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ശരിയായത്? മിക്കാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം തിരുവചനം. മനുഷ്യ നല്ലതെന്തെന്ന് അവിടെ നിന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? പ്രിയമുള്ളവരെ, ശരിയായവ പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളാണ്. അനുദിന ജീവിതത്തിൽ നീതി പ്രവർത്തിക്കുക, അനീതി ആരോടും ചെയ്യാതിരിക്കുക. അനീതി ചെയ്തിട്ട് രോഗിയായി, തകർച്ചയായി, കടബാധ്യതയിലും വേദനകളിലും ജീവിച്ചിട്ട് കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കർത്താവിന് സുഖപ്പെടുത്താൻ പറ്റില്ല. ആദ്യം നിൻ്റെ വഴികളൊന്ന് ക്രമപ്പെടുത്തണം. ദൈവവചനം നിറയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവം ആഗ്രഹിക്കുന്ന അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് എന്താണെന്ന് വചനം പഠിപ്പിച്ചു തരും. മിക്കാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 8-ൽ നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നീതി പ്രവർത്തിക്കണം. എല്ലാ മേഖലകളിലും, ഏതൊരു വ്യക്തിബന്ധങ്ങളിലും നീതി പ്രവർത്തിക്കാനായിട്ട് കഴിയണം. ജീവിത പങ്കാളിയോട് നീതിയോടെ ഇടപെടാൻ കഴിയണം. മാതാപിതാക്കളോട് നീതിയോടെ ഇടപെടാൻ കഴിയണം. ദൈവം ഒരു കുടുംബത്തിൽ നിന്നെ കൈപിടിച്ച് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തോട് വിശ്വസ്തതയും നീതിയും പുലർത്താനായിട്ട് കഴിയണം. കരുണയോടെ ആ കുടുംബത്തിലെ ബന്ധങ്ങളിലോട് വ്യാപരിക്കാനായിട്ട് കഴിയണം. വിനീതനായിട്ട് ചരിക്കാൻ കഴിയണം. ഇന്ന് നമുക്ക് ഈ മേഖലകളൊന്നും നമ്മൾ ശരിപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളും രോഗങ്ങളും വേദനകളും കർത്താവ് സുഖപ്പെടുത്തണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവിന് സുഖപ്പെടുത്താനാവുകയില്ല. അവിടുന്ന് പറയുന്നില്ലേ, നിൻ്റെ പ്രാർത്ഥനകൾ എനിക്ക് കേൾക്കാതിരിക്കത്തക്ക വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ കരം നീട്ടി നിന്നെ സുഖപ്പെടുത്താതിരിക്കാൻ തക്ക വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. നിൻ്റെ പാപം എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. പാപം നിറഞ്ഞ ഒരു ജീവിതം നയിച്ചിട്ട്, തിന്മ നിറഞ്ഞ ഒരു ജീവിതവും നയിച്ചിട്ട്, ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഇപ്പോഴും നിറച്ചു വച്ചിട്ട് കർത്താവെ രക്ഷിക്കണേ, സുഖപ്പെടുത്തണേ എന്ന് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം തരുകയില്ല. ആദ്യം നമ്മുടെ വഴികൾ ശരിയാക്കണം. അതാണ് തിരുവചനത്തിലൂടെ അവിടുന്ന് പറയുന്നത്. നീതി പ്രവർത്തിക്കുക. അനീതി ആരോടെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നീ പരിഹാരം ചെയ്യണം. അത് നിൻ്റെ പങ്കാളിയോടാകാം, നിൻ്റെ മക്കളോടാകാം, മാതാപിതാക്കളോടാകാം, അയൽവക്കത്തിലുള്ളവരോടാകാം, നീ ബന്ധപ്പെടുന്ന വ്യക്തിബന്ധങ്ങളിലാകാം. നീ അനീതി നിറഞ്ഞ വാക്കും പ്രവൃത്തിയും നിലപാടും എടുത്തിട്ടുണ്ടെങ്കിൽ അതാദ്യം ശരിയാക്കണം. രണ്ടാമത് കരുണ കാണിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുകയും വേണം. കരുണ കാണിക്കണം. ധാർഷ്ട്യവും വെറുപ്പും വൈരാഗ്യവും വെച്ചിട്ട് എനിക്കെൻ്റെ കാര്യമെന്നുള്ള സ്വാർത്ഥതയോടെ കരുണ കാണിക്കാത്ത ജീവിതമാണെങ്കിൽ കർത്താവിന് നിന്നെ സുഖപ്പെടുത്താനാവുകയില്ല. മറ്റൊന്ന്, വിനീതനായി ചരിക്കണം. ഇന്ന് നമുക്ക് എളിമയില്ലായ്മ മൂലം എത്രമാത്രം തകർച്ചകളാണ്,
ഭാര്യയ്ക്ക് ഭർത്താവിനോടൊന്ന് എളിമപ്പെടാനായിട്ട് കഴിയുന്നുണ്ടോ? ഭർത്താവിന് ഭാര്യയുടെ മുമ്പിലൊന്ന് എളിമപ്പെടാനായിട്ട് കഴിയുന്നുണ്ടോ? മക്കൾക്ക് മാതാപിതാക്കളുടെ മുമ്പിലൊന്ന് എളിമയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടോ? നിൻ്റെ വ്യക്തിബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ ഒന്ന് എളിമയോടെ നിൽക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലാത്തതുകൊണ്ട് നിൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളും തകർച്ചകളും കർത്താവിന് എടുത്തു മാറ്റാൻ കഴിയാത്ത വിധം അതൊരു ഭാരമായി നിൻ്റെ ഉള്ളിൽ അവശേഷിക്കുകയാണ്. ഈ ദിനത്തിൽ നമ്മൾ ധ്യാനിച്ച് കർത്താവിൻ്റെ മുമ്പിൽ തിരുത്താനുള്ള മേഖലകളുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ, നീ അത് തിരുത്താൻ തയ്യാറായാൽ ഈ വചനം നിൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടും. കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. കാരണം അവൻ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അതുകൊണ്ട് അനുഗ്രഹം ആവശ്യമാണെങ്കിൽ, സൗഖ്യം ആവശ്യമാണെങ്കിൽ, നമ്മൾ ഒന്നാമത് ദൈവത്തിൻ്റെ വചനത്താൽ നിറയപ്പെടണം. രണ്ടാമത് അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കണം. മൂന്നാമത് വചനം പഠിപ്പിക്കുകയാണ്, കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്യണം. കൽപ്പനകൾ അനുസരിക്കണം. വീണ്ടും മൂന്നാമത് ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ അനുസരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പന ക്രിസ്തുവിലൂടെ ലോകത്തിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. 10 പ്രമാണങ്ങൾ മോശയിലൂടെ അവൻ കൽപ്പനകൾ നൽകി. ഈ 10 കൽപ്പനകളെ 2 കൽപ്പനകളിൽ ഒതുക്കി എടുത്തുകൊണ്ട് അതിനെ കടഞ്ഞെടുത്ത് കർത്താവ് നമുക്ക് നൽകി. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവ്വശക്തിയോടെ സ്നേഹിക്കുക. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 14-15 തിരുവചനങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈ സ്നേഹത്തിൻ്റെ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് അത് പ്രവർത്തിച്ചിട്ട് കർത്താവെ നീ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. കാരണം അവിടത്തേക്ക് സുഖപ്പെടുത്താതിരിക്കാനാവുകയില്ല. കാരണം അവിടുന്ന് പറഞ്ഞത് നീ ചെയ്തിട്ട് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. അവൻ്റെ കൽപ്പന നീ അനുസരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനയാണ് സ്നേഹിക്കുക. അതിനവൻ മാതൃക നൽകി. എപ്രകാരമാണ് കർത്താവ് സ്നേഹിച്ചതെന്ന് നമ്മൾ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. ദൈവം വ്യവസ്ഥകൾ വയ്ക്കാതെ സ്നേഹിച്ചു, കുരിശോളം സ്നേഹിച്ചു, പാദം കഴുകി സ്നേഹിച്ചു, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവൻ സ്നേഹിച്ചു. അവൻ ദിവ്യ കാരുണ്യമായി മാറി സ്നേഹിച്ചു. യുഗാന്ത്യം വരെ കൂടെ വസിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് അവൻ നമ്മെ സ്നേഹിച്ചു. ഇതുപോലെ നിൻ്റെ വ്യക്തിബന്ധങ്ങളിൽ, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിനക്ക് സ്നേഹിക്കാൻ കഴിയണം. നിൻ്റെ കുടുംബ ബന്ധങ്ങളിൽ ഇതുപോലെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ബന്ധങ്ങളെ മുറിച്ചു മാറ്റി ദൈവം യോജിപ്പിച്ച ബന്ധങ്ങളെ ഒരു വിലയുമില്ല എന്നുള്ള മനോഭാവത്തോടെ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി, നിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നിൻ്റെ സുഖത്തിന് വേണ്ടി മുറിച്ചു മാറ്റിയിട്ട് നീ രോഗാവസ്ഥയിൽ കിടന്നിട്ട് കർത്താവെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് സുഖപ്പെടുത്താൻ പറ്റില്ല. നീ ആദ്യം നീ മുറിച്ചു മാറ്റിയ ബന്ധങ്ങളെ ഒരുമിച്ച് ചേർക്കാൻ, വിളക്കി ചേർക്കാനായിട്ട് നീ നിലപാടെടുക്കണം. അവിടെ ക്ഷമിക്കാൻ കഴിയണം, അവിടെ സ്നേഹിക്കാൻ കഴിയണം, വിട്ടുകൊടുക്കാനായിട്ട് കഴിയണം. എന്നിട്ട് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. അവസാനം അവിടുത്തെ ചട്ടങ്ങൾ പാലിക്കണം. ദൈവത്തിൻ്റെ ചട്ടമാണ്, അല്ലയോ? ദൈവത്തിൻ്റെ ചട്ടം നമ്മൾ പാലിക്കണം. സാബത്ത് അത് വിശുദ്ധമായി ആചരിക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടാകണം. ഇന്ന് ഞായറാഴ്ച ആചരണം പോലും നമ്മൾ ദൈവത്തിൻ്റെ ഒരു ചട്ടമല്ല എന്നുള്ള മനോഭാവത്തോടെ ഞായറാഴ്ച നമ്മൾ നമ്മുടെ തിരക്കുകളിൽ ജീവിക്കുകയാണ്. ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ദൈവവചനത്തിൽ ആഴപ്പെടുവാനും കൂദാശകളോട് ചേർന്ന് ഐക്യപ്പെട്ട് ജീവിക്കുവാനും സൽപ്രവൃത്തികൾ ചെയ്യാനുമുള്ള ഒരു ദിവസത്തെ നമ്മൾ വികൃതമാക്കിയിട്ട്, വൈകല്യപ്പെടുത്തിയിട്ട്, ദൈവത്തിൻ്റെ ഈ ചട്ടത്തെ നിഷേധിച്ചിട്ട് ജീവിച്ച് നമ്മൾ തകർച്ചകളിൽ ചെന്ന് വീണാൽ നമ്മൾ അവിടെ കിടന്നിട്ട് കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കർത്താവിന് സുഖപ്പെടുത്താൻ പറ്റില്ല. ആദ്യം നമ്മൾ തയ്യാറാകണം, ശരിയാകണം. അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവം സദാ കാത്തി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മൾ തിരുത്തേണ്ട മേഖലകൾ തിരുത്താൻ തയ്യാറാകണം. നമ്മൾ വഴി വന്ന പാപങ്ങൾ, കുറവുകൾ, ബലഹീനതകൾ അത് മാറ്റുവാനായിട്ട് തയ്യാറാകണം. കാനായിലെ കല്യാണ വിരുന്നിലെ അത്ഭുതം പ്രവർത്തിക്കുവാൻ അവിടെ ദൈവത്തിന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. വെള്ളത്തെ വീഞ്ഞാക്കാൻ 1 നിമിഷം മതി ദൈവത്തിന്. ആ കൽഭരണികളിൽ വെള്ളം നിറയട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം നിറഞ്ഞ കൽഭരണികൾ വീഞ്ഞായി മാറട്ടെ എന്ന് പറഞ്ഞാൽ ആ നിമിഷം അവിടെ സംഭവിക്കും. എന്നാൽ കർത്താവായ യേശു ചെയ്ത അതല്ല. കർത്താവായ യേശു പറഞ്ഞ എന്താണ്? കൽഭരണികളിൽ നിങ്ങൾ വെള്ളം നിറയ്ക്കുക.
ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്, ഞാൻ ചെയ്യേണ്ട ചുമതലകളുണ്ട്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ സ്വാർത്ഥത മൂലം, അല്ലെങ്കിൽ എൻ്റെ അഹങ്കാരം മൂലം, അല്ലെങ്കിൽ എൻ്റെ പിടിവാശി മൂലം, അല്ലെങ്കിൽ എൻ്റെ ഞാനെന്ന ഭാവം മൂലം വരുത്തി തീർത്ത കുറവുകൾ ഞാൻ പരിഹരിക്കണം. അതാദ്യം ഞാൻ ചെയ്താലേ ദൈവത്തിന് ഇടപെടാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലൂടെ നാം വരുത്തി വച്ച ആ കയ്പുകൾ മാറ്റാൻ നമ്മൾ തയ്യാറായാൽ ദൈവം അത്ഭുതത്തിൻ്റെ മാധുര്യം നമ്മളിലേക്ക് ഒഴുക്കും. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ കർത്താവിൻ്റെ വചനം നമ്മുടെ മുമ്പിൽ വരച്ചു വയ്ക്കുന്ന ഒരു വലിയൊരു ചിത്രമുണ്ട്. അവിടുന്ന് നമ്മെ സുഖപ്പെടുത്തുന്ന ഒരു കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ഒരു കർത്താവാണ്. പുറപ്പാട് 15:26 വചനം. ഈ വചനത്തിലൂടെ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് പറയുന്ന കർത്താവ് അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടാണ് ഈ വചനം ചേർത്ത് വയ്ക്കുന്നത്. കർത്താവ് നമ്മെ സുഖപ്പെടുത്തണമെങ്കിൽ ഒന്നാമത് നമ്മൾ കർത്താവിൻ്റെ വചനം അത് ഉള്ളിൽ നിറയ്ക്കണം. ദൈവത്തിൻ്റെ വചനം വായിക്കണം. ദൈവത്തിൻ്റെ വചനം ഓരോ ദിവസവും വായിക്കാൻ സമയം കണ്ടെത്തണം. പ്രഭാതത്തിൽ ഉണർന്ന് അല്പനേരം വിശുദ്ധ ബൈബിളിൻ്റെ മുമ്പിൽ ഒന്ന് ശാന്തതയോടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവവചനം വായിച്ച് നമ്മുടെ ജീവിതങ്ങളെ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കാൻ തയ്യാറാകണം. ആ വചനം നമ്മുടെ ഉള്ളിൽ നിറയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഒന്നാമത്തെ ഇഷ്ടം നമ്മളിൽ പൂർത്തീകരിക്കപ്പെടും. ദൈവം സുഖപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടും. ഉള്ളിൽ വചനം നിറയപ്പെടും. ഉള്ളിൽ വചനം നിറയപ്പെടും. അത് ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. രണ്ടാമത് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ശരിയായത് എന്താണെന്ന് മിക്ക പ്രവാചകനിലൂടെ അവിടുന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. വ്യക്തിബന്ധങ്ങളിൽ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ ഓരോ നിമിഷവും നീതിയോടെ ഇടപെടാൻ കഴിയണം. നീതിയോടെ ഇടപെടാൻ കഴിയണം. എല്ലാവരോടും കരുണ കാണിക്കണം. ഇന്ന് കാരുണ്യം പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ്, അനുകമ്പ നഷ്ടപ്പെടുന്ന ഒരു ലോകത്തിലാണ്. മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും സ്പർദ്ധയും വെച്ച് മറ്റുള്ളവരെ തകർക്കുവാൻ ശ്രമിക്കുന്ന കുടുംബ ബന്ധങ്ങൾ, ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും. അവിടെ കരുണയുള്ളവരായിരിക്കാൻ നമുക്ക് സാധിക്കണം. വിനീതനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയത്തോടെ വ്യാപരിക്കണം. അഹങ്കാരികളെ ചിതറിക്കുന്നവനാണ് ദൈവം. അഹങ്കാരത്തിൻ്റെ ആ ദുർഭൂതം നമ്മുടെ ഉള്ളിൽ കയറി നിന്നാൽ കർത്താവിന് സുഖപ്പെടുത്താനാവുകയില്ല. നമ്മളെപ്പോഴും അഹങ്കരിച്ച് ദൈവത്തെ വെല്ലുവിളിക്കും, മനുഷ്യനെ വെല്ലുവിളിക്കും. നമ്മുടെ ജീവിതത്തിലെ വേദനകളും നൊമ്പരങ്ങളും ദുരിതങ്ങളും കർത്താവിനെതിരെ പഴി പറയാനായിട്ട്, കുറ്റപ്പെടുത്താനായിട്ട് അതെടുത്തു വെച്ച് നമ്മളത് ദൈവത്തിന് നേരെ കൈ ഉയർത്തി കൈ ചൂണ്ടിക്കൊണ്ട് നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം അത് ഉള്ളിലെ അഹങ്കാരമാണ്. ആ അഹങ്കാരത്തെ എടുത്തു മാറ്റി നീ വിനയത്തിൻ്റെ അങ്കി അണിയിഞ്ഞാൽ കർത്താവ് നിന്നെ സുഖപ്പെടുത്താനായിട്ട് ആരംഭിക്കും. മറ്റൊന്ന്, കൽപ്പനകൾ അനുസരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല. അവിടുന്ന് നമുക്ക് പാലിക്കാൻ പറ്റുന്ന കൽപ്പനയാണ് തന്നത്. പാലിക്കാൻ പറ്റാത്ത ആ കൽപ്പന ഒരിക്കലും അവൻ തരുകയില്ല. കാരണം ഈ കൽപ്പനകൾ പാലിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ കൂടെ നൽകിയിട്ടാണ് ദൈവം ഈ കൽപ്പന നമുക്ക് തരുന്നത്. ഈ കൽപ്പന നൽകി നമ്മളെ ഒറ്റയ്ക്ക് വെറുതെ വിടുകയില്ല. ഈ കൽപ്പന പാലിച്ച് ജീവിതത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹവും സൗഖ്യവും സ്വീകരിക്കുവാൻ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്, സഹായകനെ നൽകിയിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായം യാചിച്ച്, കാവൽ മാലാഖയുടെ സഹായം യാചിച്ച് സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കണം. ദൈവത്തെ അധികം സ്നേഹിക്കണം. അതോടൊപ്പം സഹോദരങ്ങളെയും വ്യക്തിബന്ധങ്ങളിലും സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കണം. തുടർന്ന് വീണ്ടും അവസാനം നമ്മൾ ചെയ്യേണ്ടത് കർത്താവിൻ്റെ ചട്ടങ്ങൾ പാലിക്കണം. ഞായറാഴ്ച ആചരണം ദൈവം നമുക്ക് നൽകിയ ഒരു ചട്ടമാണ്. കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ദിനമാണ്. ഞായറാഴ്ചയെ, സാബത്തിനെ നമ്മൾ പരിശുദ്ധമായി ആചരിക്കണം. സാബത്തിനെ അത് അലങ്കോലമാക്കിയാൽ, സാബത്തിനെ, കർത്താവിൻ്റെ ദിവസത്തെ നമ്മൾ അതിന് ചേർന്ന ആ ഭവ്യതയും ആ വിശുദ്ധിയും അതിനോട് പുലർത്തുന്നില്ലെങ്കിൽ ആ ഞായറാഴ്ച ആചരണത്തെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ തിരക്കുകളുടെ ഒരു ലോകമാക്കി ആ ഞായറാഴ്ചയെ മാറ്റിയാൽ, ദൈവിക കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ, ദൈവവചനം അല്പം കൂടുതൽ ആഴത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പഠിക്കാൻ ആ ദിവസം മാറ്റിവെക്കാതെ, നന്മ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് താല്പര്യമില്ലാതെ, സ്വാർത്ഥതയ്ക്ക് വേണ്ടി തന്നെ നമ്മൾ വീണ്ടും അധ്വാനിക്കാനായിട്ട് ഞായറാഴ്ച മാറ്റിവെച്ചാൽ കർത്താവിൻ്റെ സൗഖ്യം നമുക്ക് ലഭിക്കുകയില്ല. കരുണയുള്ള കർത്താവ് നമ്മളെ വീണ്ടും വിളിക്കുകയാണ്. ഈ ദിനത്തിൽ ദൈവത്തിൻ്റെ സൗഖ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ
പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വചനം, സുപരിചിതമായ ഈ വചനം കൂടെ നമ്മൾ പല ആവർത്തി കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ വിസ്മരിച്ചിട്ട് കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് വചനം പാലിക്കാതെ പ്രാർത്ഥിച്ചിരിക്കുക എന്ന ഒരു ജീവിതമാകാതെ വചനം നമുക്ക് ആദ്യം പാലിക്കാം. വചനം പറഞ്ഞ കാര്യം പാലിച്ചുകൊണ്ട് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അവിടുന്ന് നമുക്ക് ഉത്തരം തരും. അവിടുന്ന് പറയുന്നില്ലേ, എൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് തരും. ദൈവത്തിൻ്റെ വചനം ഉള്ളിലുണ്ടായിരിക്കണം. ദൈവവചനം ഉള്ളിൽ നിറച്ചിട്ട് കർത്താവെ നീ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ചോദിച്ചാൽ, സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ അവിടെ സൗഖ്യം തരും. ഈശോയ്ക്ക് വാക്ക് മാറാത്ത ഒരു ഈശോയാണ് നമ്മുടെ ഈശോ. അവൻ വചനത്തിലൂടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചാൽ കർത്താവ് വചനം പൂർത്തീകരിക്കും. ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനങ്ങൾക്ക് മാറ്റമുണ്ടാവുകയില്ലെന്ന് പറഞ്ഞ ദൈവം ഇതാ നമ്മളോട് ഈ തിരുവചനത്തിലൂടെ പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ തരുന്ന സൗഖ്യം നിൻ്റെ ജീവിതത്തിൽ ഒരനുഭവമായി മാറുവാൻ നീ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്താൽ നിൻ്റെ ജീവിതത്തെ നിറയ്ക്കുക. കർത്താവിന് പ്രീതികരമായ രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന ശരിയായത് പ്രവർത്തിക്കുക. ഒപ്പം അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ചട്ടങ്ങൾ പാലിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് ദൈവത്തോടൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾക്ക് സുപരിചിതമായ ഒരു വചനഭാഗമാണല്ലോ പുറപ്പാട് പുസ്തകത്തിൽ ഞങ്ങൾ ശ്രവിച്ചത്. ആ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ, ആ വചനത്തിന് യോഗ്യമായി ജീവിക്കാതെ ഞങ്ങൾ നിൻ്റെ മുമ്പിൽ വാശി പിടിച്ച് സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ ദിനത്തിൽ ഞങ്ങൾ ഒരു വലിയൊരു സത്യം തിരിച്ചറിഞ്ഞു. ഞങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ചെയ്ത് അത് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഞങ്ങളെ സുഖപ്പെടുത്തും. ദൈവമേ, എല്ലാവരോടും നീതിയോടെ, കാരുണ്യത്തോടെ, എളിമയോടെ, വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനത്താൽ ആഴപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞായറാഴ്ച സാബത്ത് വിശുദ്ധമായി ആചരിച്ച് ജീവിച്ചുകൊണ്ട് അവിടത്തോട് പ്രാർത്ഥിച്ച് സൗഖ്യമുള്ളവരായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.